ഹലോ. 6-7 വർഷമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി വെളിച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തൊരു സിനിമയാണ്. പേര് രണ്ടാം പ്രണയ മഹായുദ്ധം. സിനിമ ചെയ്യാനായിട്ട് ക്രിയേറ്റീവ് സപ്പോർട്ടും ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ തരാൻ ആളുണ്ടാവും എന്നുള്ള ചില വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളതിലേക്ക് ചാടി പുറപ്പെട്ടത്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലായി ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഇല്ല, ക്രിയേറ്റീവ് സപ്പോർട്ടും നമുക്ക് കിട്ടാനിടയില്ല എന്നുള്ളത്. പിന്നെ അങ്ങോട്ട് വല്ലാത്തൊരു സ്ട്രഗിളായിരുന്നു. വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഇത് വെളിച്ചപ്പെടുത്താൻ തീരുമാനിക്കാനുണ്ടായ കാരണം ഈ വയനാട് നടന്ന ഉരുൾപൊട്ടൽ വല്ലാത്തൊരു പേടിയാണ് നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. അതിലെനിക്ക് പൂർണ്ണ തൃപ്തി ഇല്ലെങ്കിൽ പോലും അതുമായിട്ട് സഹകരിച്ച് നിന്ന കുറേ പ്രിയപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അത് വെളിച്ചപ്പെടുത്തിയില്ലെങ്കിൽ അവരോടും കൂടെ ചെയ്യുന്നൊരു അനീതിയായിരിക്കുന്നു തോന്നിയതുകൊണ്ടാണ്. ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ സിനിമയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ വ്യാകരണമൊന്നും അറിയില്ല. അങ്ങനെ എടുത്ത് ചാടി പുറപ്പെട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഷോർട്ട് ഫിലിംസ്, കുഞ്ഞു കുഞ്ഞ് ഡോക്യുമെൻ്ററികൾ, മ്യൂസിക്കൽ ആൽബംസ് ഇങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. അതും ഈ വർക്ക് ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ പരിമിതികളും അതിൽ കാണും. എന്തായാലും ഒരുറപ്പ് എനിക്ക് തരാൻ പറ്റും. മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം സിനിമ ഇതാണെന്ന് ആരും പറയില്ല. ഞാൻ ഇത്രയും വൈകിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു 1.5 മണിക്കൂറുള്ള സിനിമയാണ്. ഈ സിനിമ സെൻസർ ചെയ്ത് ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ കൊടുത്ത് അതുവഴി ആളുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് ഇത്രയും വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 30 lakhs+ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ മറ്റ് ചിലവുകൾ, ഈ സെൻസറിങ് ഉൾപ്പെടെയുള്ള മറ്റ് ചിലവുകൾ, തിയേറ്ററിൽ വരണമെങ്കിലുള്ള പബ്ലിസിറ്റിയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അധ്വാനമുണ്ട്, ചിലവുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഭാരം കൂടെ വലിച്ച് തലയിൽ വെക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഇത് പബ്ലിഷ് ചെയ്യാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കണം. കൊടുങ്ങല്ലൂർ വെച്ച് നടന്നൊരു ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷേ വളരെ കുറച്ച് ആളുകൾ, 100 താഴെ ആളുകൾ മാത്രമേ ഈ സിനിമ കണ്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്ത് അവരോടൊക്കെ കാണാൻ പറയണം. ഈ സിനിമ കണ്ട ആളുകളൊക്കെ തന്നെ അതിൻ്റെ പരിമിതികളും കുഴപ്പങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും അത് ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് പരിമിതികളുടെ ഇടയിൽ നിന്ന് ചെയ്തൊരു സിനിമയാണ്. മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ശ്രീമതി KR വിജയമ്മ ശ്രദ്ധേയമായിട്ടുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ 2 പാട്ടുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാവ്യജാലകത്തിൽ തന്നെ. ഒന്ന് റഫീഖ് അഹമ്മദിൻ്റെ പ്രിയതേ നിൻ വഴി നീളെ എന്ന് തുടങ്ങുന്ന പാട്ട്, പിന്നെ എൻ്റെ ഒരു പാട്ട് ഒരു ഞൊടി മഴയാൽ എന്ന് തുടങ്ങുന്ന വരികൾ. അപ്പോൾ എല്ലാവരും സിനിമ കാണണം. നിങ്ങളുടെ കമൻസൊക്കെ കുറിക്കണം. പ്രിയപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കണം. ഇതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. ഈ വരുന്ന ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ചാനലിൽ തന്നെയാണ്, കാവ്യജാലകത്തിൽ തന്നെയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.